നമ്മള് നിൽക്കുന്നത് ആ ഹോട്ടലിന്റെ ആടെയാണ്. ഹരിതവാദ ഹോട്ടൽ റൂമില് കുറെ ആള് താമസിക്കുന്ന കുറെ ആൾ ഹോട്ടൽ റൂമില് കുറെ ആൾ താമസിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ മാനസാദേവി ടെമ്പിളിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ പഴയ പെട്ടി ലാംബ്രട്ട ഓട്ടോറിക്ഷ. ഇപ്പോഴും ഈ കുന്നും മലയും കയറി ഇറങ്ങുന്നുണ്ട് ഈ ഓട്ടോറിക്ഷ എന്ന് ശരിക്കും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴും നല്ല കണ്ടീഷനാണ്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ റോപ്പ് വേയിലേക്കുള്ള വഴി അന്വേഷിച്ചു. അപ്പോൾ റോപ്പ് വേയിലേക്കുള്ള വഴിയാണ്, കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന് നടന്ന് നമ്മൾ നേരെ റോപ്പ് വേയിലെത്തുന്നതാണ് എല്ലാവരും പറഞ്ഞത്. നോക്കാം, ഒരു പരിചയമില്ല. ചെറിയൊരു ഇടനാഴി ഇറങ്ങി നമ്മൾ താഴെത്തി നോക്കുമ്പോഴേക്ക് ഇതാ തുടങ്ങി കച്ചവടം. കുട്ടികളെ കളിപ്പാട്ടത്തിൽ വെച്ച് സംഭവം തുടങ്ങി. വഴിയോര കച്ചവടം എല്ലാ അമ്പലങ്ങളിലും പോകുമ്പോൾ ഉള്ള പോലത്തെ സംഭവം തന്നെ. അങ്ങനെ കുറച്ച് ബാഗ് അങ്ങനത്തെ സംഭവമെല്ലാം. പിന്നെ ഇത് തുണിയോ, ഈ തുണി അലക്കി ഉണങ്ങാനിട്ടതാണ്, വിൽക്കാൻ വെച്ചതല്ല കേട്ടോ. ഞാൻ ആദ്യം പെട്ടെന്ന് വെച്ചത് അലക്കി ഉണക്കിയിട്ട് അതാണ്. അപ്പോൾ ആൾക്കാർ താമസിക്കുന്നുണ്ട്, അവിടെ എല്ലാം വീടുകളുണ്ട്. അപ്പോൾ അവർ താമസിക്കുന്നതും അവരെ കടയെല്ലാം പൂജാ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാവർക്കും പൂജാ സാധനം വാങ്ങിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ ഓരോ ആൾക്കാർ വിൽക്കുന്നുണ്ട് പൂജാ സാധനങ്ങൾ. അവിടെ മുകളിൽ പോയി പൂജ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് എവിടെയോ കണ്ട പോലെയൊക്കെ തോന്നും. കാരണം നമ്മുടെ നാട്ടിൽ പറശ്ശിനിക്കടവ് പോയാലും ഒക്കെ ഈ ഒരു സെറ്റപ്പ് തന്നെയുള്ളത്. ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ സമയത്ത് തണുപ്പുണ്ട്. പിന്നെ കുറച്ച് നല്ല ചൂടുപ്പായെല്ലാം വിൽക്കാനുണ്ടാവും. ആ ഒരു ടൈപ്പ് സാധനങ്ങളുടെ വിൽക്കാനുണ്ടാവും. ബാക്കിയെല്ലാം ഇതന്നെ. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു വേറെ ടൈപ്പ് കുറച്ച് ബ്രാസ് ഐറ്റംസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുമെന്ന് പറയുന്നു. നോക്കാം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതേ ഒരു ഏരിയ കുറച്ച് അങ്ങോട്ട് തന്നെ പോകാനുണ്ട് നടന്നിട്ട്. എന്നാലേ നമ്മൾ റോപ്പയിൽ എത്തുള്ളൂ. ഇതിൻ്റെ സൈഡിലേക്കൂടെ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുന്നിൻ്റെ മുകളിൽ എത്തിയില്ല. നമ്മൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്നൊരു വഴിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് കുന്നിൻ്റെ മുകളിലായിരുന്നു, പക്ഷെ അല്ല, റെയിൽവേ ലൈൻ സൈഡിലേക്കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാരലായിട്ടാണ് നമ്മൾ നടന്ന് മുകളിലേക്ക് കയറേണ്ടത് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന അമ്പലത്തിൻ്റെ പേര് മാനസാദേവി ടെമ്പിൾ. അപ്പോൾ ഈ അമ്പലം എന്താണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ചെറിയൊരു അറിവ് ഇത്രയേ ഉള്ളൂ. സതീദേവി മരിച്ചപ്പോൾ സതീദേവിയുടെ തല വന്ന് വീണത് ഈ ഒരു സ്ഥലത്താണ്. അതായത് സതീദേവിയുടെ തല വന്ന് വീണൊരു സ്ഥലം പിന്നീട് അമ്പലമായിട്ട് മാറുകയാണെന്നാണ് നമ്മളൊരു ചെറിയ അറിവ്. പിന്നെ ഏകദേശം 1800കളിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഇതൊരു രാജാവാണ് ഇതുണ്ടാക്കിയതെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരുമല്ലോ. ഇത്രയും ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ നിന്ന് നോക്കണം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നടന്ന് റോപ്പ് വേയുടെ എൻട്രിയിൽ എത്താറായി. അവിടെ ഇനിയിപ്പോൾ റോപ്പ് വേ ടിക്കറ്റ് കൗണ്ടറുണ്ടെന്ന്, അവിടെ ടിക്കറ്റ് എടുക്കണം. ബാക്കി നോക്കട്ടെ. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇങ്ങനെ കുറേ ആൾക്കാർ പ്രസാദം എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട്. ടാറായിട്ട് ഒരു കവറിലാക്കിയിട്ട് കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ 2 പ്രസാദവും വാങ്ങിച്ച് അല്ലേ കാണാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെത്തി. ക്യൂ ഉണ്ട് കേട്ടോ. കേബിൾ കാർ.
അടിപൊളി വ്യൂ നോക്കാം, എന്താ രസം. അമ്പലത്തിലേക്ക് പോകാൻ 2 വഴിയുണ്ട്. ഒന്ന് റോപ്പ് വേ ആണ്, പിന്നെ ഒന്ന് നടന്നിട്ട് പോവാം. നമുക്ക് നടന്നിട്ടാകുമ്പോൾ കുറേ നടക്കാനുണ്ട്. റോപ്പ് വേ ആകുമ്പം ഒരാൾക്ക് 200 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്, കുട്ടിക്ക് 100, പകുതി ഹാഫ് റേറ്റ്. അപ്പോൾ ഒരു 500 രൂപ നമുക്ക് മുകളിൽ പോകാൻ പറ്റും. ഇടുന്നോക്ക് എന്താ രസം. ഇവിടെ അടിപൊളി കേട്ടോ ലുക്ക്. വരുമ്പോ നടക്കാന്നാ. നമ്മളെ അമ്പലം വരെ പോവാ. ഒന്നുകൂടി കയറിയത് റോപ്പ് ഇറങ്ങി നമ്മളിത് ചെരുപ്പെല്ലാം അവിടെ വെച്ചിട്ട് മാനസാദേവീൻ്റെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കുകയാണ്. നല്ല ഹൈറ്റിലുള്ളത് അമ്പലം. തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഭയങ്കരം. കാരണം മലയാളി നമ്മൾ ഈ പോയ സമയത്ത് ഞാൻ മലയാളീസിനെ ആരും ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് പരിപാടി തുടങ്ങുകയാണ്. ഇവിടെ തൊട്ട് പിന്നെ സാധനങ്ങൾ, പൂജാ സാധനങ്ങളൊക്കെ ഉണ്ട്, അവർ വിൽക്കുന്നുണ്ട്. എല്ലാം പൈസ 10 രൂപ, 50 രൂപ, 20 രൂപ, 30 രൂപ പറയുന്ന റേറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പൂജാ സാധനം വാങ്ങിക്കണം. ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലല്ലോ, നമ്മൾ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ തൊട്ട് അങ്ങോട്ട് ഫുൾ പൈസേൻ്റെ കളിയാണ്. കാരണം ഓരോ സ്ഥലത്ത് പോകുന്നിടത്തെല്ലാം പൈസയാണ്. അവരിങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് അവർ പറയും 10 രൂപ, 20 രൂപ കുറേ. അതായത് 50 രൂപയെല്ലാം അവർ പറയും. ഇപ്പം തന്നെ നമ്മൾ ജസ്റ്റ് പോകുമ്പം തന്നെ 50 രൂപ ഇവിടെ നമുക്ക് അനുഗ്രഹം കിട്ടണ 50 രൂപ. ഒരുപാട് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഓരോ അമ്പലങ്ങൾ ഇങ്ങനെ ഓരോ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മാനസാദേവി. അതായത് മനസ്സ്, ഭഗവാന്റെ മനസ്സ് എന്നുള്ള ആർക്കും അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. നല്ല തിരക്കുണ്ട്, നല്ല ലൈനിങ്. അത് അവിടെ എത്തി. ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് 100 രൂപ, 50 രൂപ എന്നൊക്കെ പറഞ്ഞു. അനുഗ്രഹം കിട്ടാൻ 100 രൂപ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇവിടുന്ന് ഒരു ചരട് തരും. ജപിക്കലും മന്ത്രിക്കലും ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചരട്. എത്ര 50 രൂപ ഒരു ചരടിന്. അത് തരിക. അത് മരത്തിന് കെട്ടണം. അപ്പോൾ മരത്തിന് കെട്ടുമ്പോൾ പൈസ കൊടുക്കണം, മേടിക്കാൻ പൈസ കൊടുക്കണം, കെട്ടുമ്പോൾ പൈസ കൊടുക്കണം. ഈ ഒരു മരത്തിൻ്റെ മുകളിലാണ് കെട്ടേണ്ടത്. നമ്മളെ മനോകാമനയെല്ലാം പൂർത്തിയാവുന്ന പറയുന്നു. അപ്പോൾ നമ്മൾ ചരട് മേടിച്ച് ചില അയാൾ നിർബന്ധിച്ച് വാങ്ങിച്ച് കെട്ടുന്നുണ്ട്. കുറേ അമ്പലമുണ്ട്. കുറേ അമ്പലം എന്ന് വെച്ചാൽ ഓരോ ചെറിയ ചെറിയ ഇങ്ങനെ ഇതിലൊരു കോർണറിലും ഓരോ അമ്പലങ്ങൾ, ഓരോ സ്ഥലത്ത് ഓരോ പ്രതിഷ്ഠ, ഓരോ പേര് പറയുന്നത് നമുക്ക് ഓരോ മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഇറങ്ങി. അവിടെ അവർ എന്താ പറയുക, ഫോട്ടോ ഭയങ്കര നീരാകുമ്പോൾ ഫോട്ടോ മൊബൈലിൽ എടുക്കാൻ അങ്ങനെ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് 200 രൂപക്ക് ഫോട്ടോ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അവർ പിന്നെ എന്താ പറയുക, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായില്ല. അത് അവരെടുത്ത് തരും, നമ്മൾ മൊബൈലിൽ എടുക്കരുത്. ഇതിപ്പോൾ ആ ഉത്തരാഖണ്ഡിലെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. സംഭവം 200 രൂപ മേടിച്ചാലും നഷ്ടമില്ല. കാരണം ആ ഡ്രസ്സെല്ലാം ഇട്ട് വരുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് വരുന്നുണ്ട്.
അതിന് ഫോട്ടോ എടുത്തിട്ട് കാണും. ഇനി അവർ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. രണ്ടാളും തന്നെ ഞാൻ ആ കുപ്പായി ഇട്ടിട്ട് എനിക്കെന്നെ ചിരി വരുന്നു. ഞാൻ ഈ ചിരി കാണുമ്പം തന്നെ എന്തോ പ്രസവിക്കാനായ പോലെ ഉണ്ട് കാണുമ്പോൾ. എന്തായാലും ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഫോട്ടോ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. വേറൊരു അമ്പലത്തിൽ കൂടി തോന്നിട്ട് നമ്മൾ തിരിച്ച് റോപ്പ് വേയിലേക്ക് കൂടി ഇനി പോകണം. കുറേ അമ്പലങ്ങളുണ്ട് അവിടെ, ഒരുപാട് അമ്പലങ്ങൾ വെച്ചാൽ കുഞ്ഞു പ്രതിഷ്ഠകളെല്ലാം വെച്ചിട്ടില്ല. മനോരമ അങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇതേപോലെ റോപ്പ് ഇറങ്ങാൻ പോവാണ്. റോപ്പ് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് തിരിച്ച് നമ്മുടെ ബാക്ക് ടു നമ്മുടെ ഹോട്ടലിലേക്കാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഇതന്നെയാണ് കുറേ കടകൾ, കുറേ സാധനങ്ങൾ വിൽക്കുന്ന കടകളും അതെല്ലാം ഉണ്ട്. അവിടുന്ന് 1-2 സാധനം മേടിച്ചു, ചെറിയ എന്തെങ്കിലും 1-2 ജസ്റ്റ് ഫാൻസി ഐറ്റംസ് എല്ലാം മേടിച്ച് നമ്മൾ തിരിച്ച് പോവാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഇതേപോലെ ഹരിദ്വാറിലെ ഋഷികേശിലെയും കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.